എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ അടിപൊളിയായിട്ട് ഇരിക്കുന്നു കേട്ടോ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ലിപ് ബാമിന്റെ വീഡിയോ ആയിട്ടാണ്. കാറ്റുകാലൊക്കെ അല്ലേ, നമ്മുടെ ചുണ്ടുകൾ ഒരുപാട് വരണ്ട് പൊട്ടുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ചുണ്ട് മോയ്സ്ചർ ആയിട്ട് ഇരിക്കാനായിട്ടുള്ള ഒരു ലിപ് ബാമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ബീട്രൂട്ടിന്റെ ലിപ് ബാമാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ലിപ് ബാം ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഇതിൻ്റെ തൊലി കളയുക, എന്നിട്ട് കഴുകുക, എന്നിട്ട് ഗ്രേറ്റ് ചെയ്യുക. അതിനുശേഷം വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. വെള്ളം ചേർക്കാതെ, ഒരു തുണ്ട് പോലും ചേർക്കാതെ വേണം നമ്മൾ അത് അരച്ച് അതിൻ്റെ നീരെടുക്കാനിട്ടോ. നീരെടുത്തിട്ട് ഞാൻ ബാക്കി കാണിച്ചു തരാം. നമുക്കിതേ ഇത്രേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ ഒരെണ്ണത്തിൽ നിന്ന്. അപ്പോൾ നമ്മൾ അടുപ്പത്ത് വെച്ചൊന്ന് ചൂടാക്കി എടുക്കണം. ഇതിങ്ങനെ നല്ലോണം വറ്റിക്കാനൊന്നും പറ്റില്ല, അടി പിടിക്കും. അപ്പോൾ അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. ഒരു സ്പൂൺ വെച്ച് നമ്മൾ ഇങ്ങനെ ഇളക്കുക കേട്ടോ. ഇങ്ങനത്തെ ഒരു തള വരുമ്പോൾ, അതായത് അത്യാവശ്യത്തിന് തിളച്ച് കഴിയുമ്പോൾ നമ്മളതൊന്ന് ഓഫ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു ചെറിയൊരു പാത്രത്തിലാണ് ആക്കിയിട്ടുള്ളത് കേട്ടോ. ലിപ് ബാമിൻ്റെ ബോട്ടിൽ നമ്മുടെ ഇല്ലേ, അപ്പോൾ മയോണൈസ് ഒക്കെ കിട്ടില്ലേ, അങ്ങനത്തെ ഒരു പാത്രമാണ് കേട്ടോ ഇത്. ഇങ്ങനത്തെ ഒരു അടപ്പുള്ള ഒരു കുഞ്ഞി പാത്രമാണ് കേട്ടോ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കുക, ഞാനിത് നേരത്തെ തന്നെ നീരെടുത്തപ്പോൾ തന്നെ അരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലോണം ഒന്ന് മോയ്സ്ചർ ആവുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് കുറച്ച് നെയ്യ് ഇതിലേക്ക് ചേർക്കണം കേട്ടോ. എന്താ പറയുക, ഒരു 1/4 സ്പൂൺ നെയ്യ് ഇതിലേക്ക് നമുക്ക് ചേർക്കാം കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കാം. പിന്നെ ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള അലോവേര ജെല്ലാണ്. ഇതിൻ്റെ വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ, ലോങ് വീഡിയോ ആയിട്ട്. നിങ്ങളൊന്ന് കണ്ടു നോക്കണേ. ആ അലോവേരയിൽ നിന്നും ഒരു 1/4 സ്പൂൺ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ നല്ലപോലെ മിക്സ് ആക്കാം കേട്ടോ. അലോവേര ജെല്ല് ചേർക്കുമ്പോൾ തന്നെ ഏകദേശം നോക്കിയത് ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും, ഒരു ക്രീമി കൺസിസ്റ്റൻസി ആയിട്ട് കേട്ടോ. ഇച്ചിരി കട്ടിയാവും ചെയ്യും കേട്ടോ. ഇനി നമുക്കതിലേക്ക് കുറച്ച് തേനും കൂടെ ആഡ് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ അതേ തേനും കൂടെ ആഡ് ചെയ്യണം. അതേ സ്പൂൺ തന്നെയാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് കേട്ടോ. അത് കളർ വ്യത്യാസമില്ലാത്ത ഒഴിക്കുമ്പോൾ കണ്ടില്ലേ, തേൻ നല്ല തേനാണ് കേട്ടോ, ചെറുതേനാണ് ഞാൻ ഒഴിക്കുന്നത് കേട്ടോ. എന്നിട്ട് നല്ലോണം മിക്സ് ആക്കാം. ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ നമുക്ക് ചേർക്കാനുള്ളത് ഇതിലേക്ക്. ഇനി നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിച്ച് വെക്കണം കേട്ടോ. കാരണം നമ്മളിതിൽ വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്തതാണ്. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിച്ച് വയ്ക്കുക. ഒരു 2-3 മാസം നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. നമ്മൾ ലിപ് ബാം ആയതുകൊണ്ട് ആർക്കും ഒരു തേക്കില്ലല്ലോ. അപ്പം ഇത് നെയ്റ്റ് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ലാസ്റ്റ് റിസൾട്ട് കാണിച്ചു തരാം. അപ്പോൾ സെറ്റായത് നമ്മൾ കയ്യിലെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കാം ലിപ്പിൽ. നല്ല കളറുണ്ട് കേട്ടോ. കണ്ടോ, നല്ല കളറുണ്ട്, നല്ല മോയ്സ്ചറായിട്ട് നമുക്ക് ഫീൽ ആവണുണ്ട് കേട്ടോ. നല്ല പോലെ കട്ടയാകണം കേട്ടോ, എന്നാലും നമുക്ക് ഈ ഒരു കളർ കിട്ടുള്ളൂ. അപ്പോൾ അതേ ഞാൻ നെയ്റ്റാണ് കേട്ടോ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അതാണ് ഈ ഒരു കോലം മുടിയൊക്കെ കെട്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ, നിങ്ങളൊന്നും കരുതണ്ട. അപ്പോൾ നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കിക്കോ, നല്ലതാണ്. ഈ ഒരു കാറ്റ് സമയത്ത് നമുക്ക് നാച്ചുറൽ ആയിട്ട് ഒരു ലിപ് ബാം വീട്ടിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. നമുക്കത് നൈറ്റ് യൂസ് ചെയ്ത് കിടക്കാം. തേനുണ്ടെന്ന് കരുതിയിട്ട് ഉറുമ്പൊന്നും അരിക്കൊന്നുമില്ല കേട്ടോ. ഇനി തേൻ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അത് ഒഴിവാക്കുകയും ചെയ്യാം. തേൻ നല്ലതാണ് നമ്മുടെ ചുണ്ടുകൾക്ക്, എന്താ പറയുക, മോയ്സ്ചർ ആയിട്ടിരിക്കാനും ചുണ്ടിനൊക്കെ നല്ലതാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ടാണ് ഞാൻ തേനും കൂടി ചേർത്തത്. നമുക്കിത് ഞാൻ പറഞ്ഞ പോലെ എന്താ പാറ്റരിക്കുക, ഉറുമ്പരിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ധൈര്യമായിട്ട് നിങ്ങൾ ഉണ്ടാക്കിക്കോളൂ കേട്ടോ. അപ്പൊ ഇത്രയുള്ള വീഡിയോ. അപ്പൊ നെയ്റ്റ് ഉണ്ടാക്കിയിട്ട് നെയ്റ്റ് നമ്മൾ കിടന്നുറങ്ങുമ്പോൾ നമ്മളൊന്ന് അപ്ലൈ ചെയ്ത് കിടക്കുകയാണെങ്കിൽ കാലത്ത് നല്ല ഭംഗിയായിരിക്കും ചുണ്ട് കേട്ടോ, മോയ്സ്ചറായിട്ട് ഉണ്ടാവും. പിന്നെ കാലത്ത് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അത് വേറൊരു ഇതുമില്ല. പക്ഷെ ലോങ് ലാസ്റ്റിംഗ് ഒന്നും അല്ലല്ലോ, നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന നാച്ചുറൽ ആയിട്ടുള്ള ലിപ് ബാം അല്ലേ, അത്ര ഒരു വ്യത്യാസമുള്ളൂ കേട്ടോ. അപ്പൊ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. ടാറ്റാ.